ഇവിടെ ഹരിതകർമ്മസേനയുടെ സേനാംഗങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ സർവേ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടിയാണ് എന്നെ വിളിച്ചിട്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ. ശരണ്യരെ കൊച്ചു ബസ് ഇടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ തൊട്ടടുത്തൊരു സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞായിരുന്നു. ഒരു ആംബുലൻസ് ഇവിടെ സൊസൈറ്റിയിലെ ആംബുലൻസ് വിളിച്ച് പറഞ്ഞു വിട്ടു. ഞാനും ഇങ്ങോട്ട് തിരിച്ചു. ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഈ ബസ്സിൻ്റെ തൊട്ട് പുറകെ നിന്നൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. തൊട്ട് എൻ്റെ വാർഡിലെ തന്നെ ഒരാളാണ്. പുള്ളി പറഞ്ഞത് വണ്ടിയുടെ ബാക്കിൽ നിന്ന് പുള്ളി ഉണ്ടായിരുന്നു. കുട്ടി ഇവിടെ ഇറങ്ങി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇറക്കിയിട്ട് ഫ്രണ്ടിലേക്കൊന്ന് കുട്ടി ഓടിയ സമയത്ത് എന്തിലോ തട്ടി വീണു എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഈ കേബിളിന്റെ വർക്കിലെ ഒരു പയ്യനുണ്ട്. പയ്യൻ പിന്നെ ബസ്സിൽ ആംബുലൻസിന്റെ കൂടെ കയറി പോയായിരുന്നു. പയ്യൻ പറഞ്ഞ വണ്ടി തന്നെയാണ് തട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ സംശയമുണ്ട്. സാധാരണഗതിയിലൂടെ വണ്ടി ഇറങ്ങുന്ന കുട്ടി ആദ്യം സ്വന്തം വീട്ടിലേക്കാണ് ആണ് പോകേണ്ടത്. അത് പോകാത്ത കാര്യം കുട്ടി വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അമ്മ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസിൽ നിൽക്കുകയാണ്. അച്ഛൻ എംപാനൽ ഡ്രൈവറാണ് KSRTCയിൽ. അപ്പോൾ വീട്ടിൽ രണ്ടുപേരും ഇല്ല. ഒരു സഹോദരനുണ്ട്, മൂത്ത സഹോദരനുണ്ട്, കൃഷ്ണനുണ്ണി. അവൻ മടവൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവനും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടി അപ്പുറത്ത് മൂത്തേച്ചൻ്റെ വീടുണ്ട്, ഇവിടെ ഫ്രണ്ടിലൊരു വീടുണ്ട്. ആ രണ്ട് വീട്ടിലാണ് ഇരിക്കാറ്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോയതാവാം. അതെ അവരിവിടെ അവരുണ്ടായിരുന്നു. അല്ല, തൊട്ടടുത്ത് വീടുണ്ട്. തൊട്ടടുത്ത് ജ്യേഷ്ഠന്റെ വീടുണ്ട്. ഈ മണികണ്ഠന്റെ ജ്യേഷ്ഠന്റെ വീട് തൊട്ട് ചേർന്നാണ്. അപ്പോൾ ആ വീട്ടിലിരിക്കുകയായിരുന്നു. അവിടെയോ അപ്പുറത്തോ ആയിരിക്കും. ഈ വീടിന്റെ സമീപത്തായിരുന്നു. ഏത് വീട്ടിലെന്ന് പറഞ്ഞില്ല. അതെ വീട്ടിലേക്ക് കയറാതെ കേബിളും ഉണ്ട്. അതെ. അല്ല, അതാണ് അതെ ചെരുപ്പും ആ കേബിളിന്റെ ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്റെ കൂടെ പറഞ്ഞില്ലേ ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞത് കേബിളിൽ തട്ടി വീണു എന്ന് പറഞ്ഞു. പക്ഷെ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞത് ബസ്സിന്റെ സൈഡിൽ തന്നെ തട്ടി, ഓടിയപ്പോൾ ബസ്സിന്റെ സൈഡിൽ തന്നെ തട്ടി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഇനിയിപ്പം ബസ് എന്തായാലും കയറി ഇറങ്ങുന്നത് ഈ കുട്ടിയുടെ മൂത്തയമ്മ പറഞ്ഞല്ലോ, അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കണ്ടതാണ്. അവൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബസ് കയറി ഇറങ്ങുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ബസ് കയറി ഇറങ്ങി, എങ്ങനെ വീണു എന്നുള്ളത് കണ്ടിട്ടില്ല, ബസ് കയറി ഇറങ്ങി എന്ന് പറഞ്ഞു. അപകടം കണ്ട് പെട്ടെന്ന് സൗണ്ടല്ലേ, അവരെങ്ങനെ വീണു എന്ന് കണ്ടില്ല. പെട്ടെന്ന് എന്തോ സംഭവിച്ചു. അവർ വന്നപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി വിളിക്കുമ്പോഴും. കുട്ടീനെ ഇറക്കിയിട്ട് സാധാരണഗതിയിൽ കുട്ടി കയറി പോകുന്നത് നോക്കി നിൽക്കാറുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. സാധാരണ ഇവിടെ ഇറക്കും, അങ്ങ് അവർ പോകാറായിരിക്കും പതിവ്. അപ്പോൾ ഇത് വീട്ടിൽ പോയിട്ടാണോ അങ്ങനെ ഉണ്ടാവില്ല. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ചാവിയില്ലല്ലോ വീട്ടില്. ക്രോസ് ചെയ്യില്ല. ആ സൈഡിലെ വീട്ടിലേക്കാണ് പോയത്. അച്ഛന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കാവും പോയത്. അല്ലല്ല, മുറിച്ചു കിടന്നല്ല, ക്രോസ് ചെയ്തല്ല. വീണു. അപ്പോ കുറച്ച് ഒരു 2 മീറ്റർ അല്ലേ ഉള്ളൂ. അതറിയില്ലല്ലോ, ഇവരെ ശ്രദ്ധിക്കാറുണ്ടാവില്ല. വീട്ടിൽ ചെല്ലാറല്ലേ പതിവ്. അപ്പൊ എങ്ങനെ സംശയം കേബിൾ തട്ടി കുഞ്ഞ് റോഡിലേക്ക് വീണതാണ്. അപ്പൊ കേബിൾ ലക്ഷ്യമായിട്ട് വെച്ചിരുന്നു എന്നുള്ളതാണോ സംശയമായിട്ട് തോന്നുന്നത്? അല്ല, അത് ഈ വിറ്റ്നസ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ പയ്യന് വിറ്റ്നസ് ആണല്ലോ. പയ്യനും പറഞ്ഞത് കേബിളിൽ തട്ടിയല്ല, ബസ്സിന്റെ സൈഡിൽ തട്ടിയ. ഏതാണ് ഇപ്പൊ രണ്ടുപേരും രണ്ടാണ് പറയുന്നത്. സ്വന്തം ബസ്സാണ്. ജീവനക്കാര് ഗവൺമെന്റ് സ്റ്റാഫ് അല്ലല്ലോ, അവരെ പിന്നെ കോൺട്രാക്ട് ബേസിൽ എടുക്കുന്നതല്ലേ. അല്ല, ഉണ്ടായിരുന്നു. ആയിട്ട് ഞാൻ സംസാരിച്ചു. അതങ്ങ് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പെൺകുട്ടിയല്ലേ പെട്ടെന്ന്. അപ്പോൾ അതിനെ ഒന്ന് റിലാക്സ് ചെയ്ത് അവിടെ ഇരുത്തിയിട്ടാണ് ബസ് ഉടനെ തന്നെ കയറ്റി വീട്ടിലെ സൈഡിലോട്ട് ഇട്ടു. ഇപ്പം കുട്ടികളെ വീടുകളിൽ എത്തിക്കാനുള്ള ഇത് ഞാൻ തന്നെ ടീച്ചേഴ്സിനെ എല്ലാം വിളിച്ചു. അവർ തന്നെ ഓട്ടോയൊക്കെ വിളിച്ചു. പെട്ടെന്ന് വീടുകളിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് ആദ്യം നോക്കിയത്. ബോഡി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ രാവിലെ 9 മണിയോടുകൂടി പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടപടിയെല്ലാം പൂർത്തിയാക്കി കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്.